ഹലോ മൈസ് ഗൈസ്, ഇനി നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ്. ഇതിൽ നമ്മളൊരു പാവപ്പെട്ട മനുഷ്യനാണ്. നമ്മൾ പാവപ്പെട്ട മനുഷ്യനാണ്. പിന്നെ നമ്മൾ വലുതായി വലിയ വലിയ പെരങ്ങൾ എടുത്തുങ്ങാണ്ട് നമ്മളിങ്ങനെ ഉയർന്നു പോകും. ഇതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാവപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഞാനെവിടെയാ? അയ്യോ, ഞാനെവിടെയാ? ഇത് സ്ഥലം എനിക്കൊന്നും അറിയില്ലല്ലോ. അയ്യോ, ഞാനെവിടെയാ? വേഗം കരകയറി. അയ്യോ, ഞാനെവിടെയാണ്? എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ഞാൻ എന്തെങ്ങനെ? എനിക്കാകുന്നൊരു ഓർമ്മയേ ഉള്ളൂ. എന്നാരോ ബോധം കെടുത്തി കടലിൽ വിട്ടതാണെന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ ഏത് രാജ്യത്താണ്? അയ്യോ, രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? ആ ദൂരത്തെന്തോ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കുറേ ബിൽഡിങ്സ് ഉണ്ട്. അയ്യോ, ഇതേതാ സ്ഥലം? എൻ്റെ ഫോണ് ഉണ്ടോ? എൻ്റെ ഫോൺ നേരായോ? സൂര്യനൊക്കെ ഉണ്ട്. അയ്യോ, ഇവിടുത്തെ സ്ഥലം, ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയെന്നാവോ? അയ്യോ, എനിക്ക് പേടിയാകുന്നുണ്ട്. അയ്യോ അയ്യോ, അവിടെ എന്താ സാധനം? സൈക്കിള് പോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ചിലപ്പോൾ അത് സൈക്കിളാകാരം. അത് സൈക്കിൾ തന്നെയാണ്. ഇനി ഇതെൻ്റെ സൈക്കിള്. ഞാനും ഈ സൈക്കിളില്ല ഹെൽമെറ്റ് മാത്രം. ഇനി കൂട്ടുകാർ. അയ്യോ, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തായാലും എന്താ ചെയ്യുന്ന ഞാൻ? ചെന്നും പൊടി കിട്ടണില്ല കേട്ടോ. ഹലോ മൈ ഗായ്സ്, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളിന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൽ നമ്മളൊരു പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ വലുതാവണ്ടേ നമുക്ക്? പാവപ്പെട്ടതിൽ നിന്ന് ഈ നാട്ടിൽ വളർന്ന് വലുതായി റിച്ച് മാൻ ആവണം. അതാണ് നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അയ്യോ, ഇനി ഞാൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതാ ഈ സൈക്കിളിൽ ഹെൽമെറ്റും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ഇത് മാത്രമേ ഈ സൈക്കിളിലുള്ളൂ. ഇനി എനിക്കൊരു വീട് വേണം. എങ്ങനെ? എനിക്കൊരു പണി വേണം. എങ്ങനെ? ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും? അയ്യോ, എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. ഏതെങ്കിലും ഉറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്നെങ്കിലും നോക്കട്ടെ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇതിൽ കൂടി കുറച്ച് മനുഷ്യന്മാർ ആ റോട്ടിൽ കൂടി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുറേ വണ്ടികളും കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും എനിക്ക് നല്ല പേടിയാക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ നമ്മളെ കിഡ്നാപ്പ് ചെയ്യുന്ന ആൾക്കാരാക്കാരം. അല്ലെങ്കിലോ എന്തെങ്കിലും അവിടെ വെച്ച് നല്ല പേടിയാണ്. ജമ്മായി എനിക്ക് വാപ്പ ഉണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു, അനിയന്മാരുണ്ടായിരുന്നു. എല്ലാം പിരിഞ്ഞു പോയി. അവരെങ്കിലും ഇത് കാണണം. അവർ എൻ്റെ ഈ ഒരു വീട് ലൈക്ക് ചെയ്യണം. അതുമാത്രമാണ് എനിക്ക് വേണ്ടത്. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? അയ്യോ 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 അയ്യോ, എനിക്ക് നല്ല പേടി. എന്തായാലും ഇനി എന്തത്തെ അവിടെ നിന്നിട്ട് വേഗം പോവാം. അല്ല, ഇനിയിപ്പോൾ ഒന്നും കാട്ടാൻ പറ്റൂലല്ലോ. ഞാൻ ആലോചിക്കട്ടെ. ഇങ്ങനെ ചെയ്ത് നോക്കിയാണ് നല്ല രസമാണ്. പക്ഷെ എന്നാലും ചെറുതായിട്ടൊക്കെ പരിപാടിയുണ്ടോ? ഓക്കെ, ആലോചിച്ചിട്ട് എന്തൊക്കെയോ എനിക്ക് പിടി കിട്ടുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരെ പോവാം. എവിടേക്കാണെന്നൊന്നും അറിയാതെ പോവാം. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നേരെ പോവാം. എന്തൊരു കഷ്ടമാണ്. ഇതേതാ റോഡ്? അയ്യോ, കുറുക്കന്മാരൊക്കെ കൂക്കുണ്ട്. എനിക്ക് പേടിയാണ്. നീ അന്തിക്ക് ഞാൻ അവിടെ കിടക്കും. ഇതെന്താ ഇതെന്ത് സ്ഥലമാണ്? എൻ്റെ അപ്പുറത്ത് കാണുന്ന ഗ്രില്ല് എയർപോർട്ടാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ വെള്ളമ്മക്കൂടിയൊക്കെ ഞമ്മക്ക് പോകാൻ പറ്റുന്നു. അയ്യോ, എനിക്ക് സൈക്കിൾ ബാലൻസിന് നല്ല ഉണ്ടായത് കൊണ്ടാക്കാരം. ഇവിടെ കുറേ മനുഷ്യന്മാരെ കാണാൻ പറ്റുന്നു. അവരോട് ഒന്നും മുണ്ടാൻ നിൽക്കണ്ട. നേരെ എവിടേക്കെങ്കിലും പോകാൻ നോക്കാം. എനിക്ക് നല്ല പേടിയാവുണ്ട്. അയ്യോ അയ്യോ, അവിടെ ഇതൊരു വീട് കാണാൻ പറ്റുന്നു. വീട്
വീട് വാടകക്ക്, അവിടുത്തെ വീട് വാടകക്കാണല്ലോ. അവിടെ കയറാം, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ ഞാൻ എങ്ങനെ കയറും? അതാണ് എനിക്ക് കൺഫ്യൂഷൻ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ എനിക്ക് ഒരിക്കലും കയറാം. ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, അവിടെ താമസിക്കാമെന്ന്. അതാക്കാരം ഏറ്റവും നല്ലത്. എൻ്റെ ഫോൺ വർക്കിംഗ് ആണ്. എന്താ കാര്യം എൻ്റെ ഫോൺ വർക്ക് ചെയ്യാൻ കാരണം? എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഫോൺ വർക്കിംഗ് ആണ്, അത് ഭാഗ്യം. ഇതിൽ കുറേ നമ്പറുണ്ട്, പക്ഷേ ഈ നമ്പർ കാട്ടിച്ച് കാര്യമില്ല. പക്ഷേ നമ്മുടെ നമ്പറൊന്നും കാട്ടിച്ച് കാര്യമില്ല. ഇത് ഏത് ഫോണാണിത്? എൻ്റെ ഫോണൊന്നുമല്ല, ആരച്ച് പണി തരാനായിട്ട് തന്ന ഫോണാണ്. അവർക്കറിയാം കാര്യം ഞാനിങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ തെരുവ് കൂടി നടക്കേണ്ടി വരും. അതുകൊണ്ട് വെച്ച് പൈസ ഒന്നും കിട്ടില്ല, തെരുവല്ലേ, ഫോണില്ലായിരിക്കും ഇങ്ങനെ പൈസ കിട്ടും. എന്തായാലും നീ ഈ ഗ്യാപ്പിൽ കടന്നിറങ്ങാം. അവിടെ ഒരു ഗ്യാപ്പ് ചെറുതായിട്ട് കണ്ണിന് അവിടെ ബിൽഡിംഗ് ഉണ്ടോ? ഇത് ഇങ്ങോട്ട് കയറാൻ പറ്റണില്ലല്ലോ. ആ ഗ്യാപ്പിൽ കടന്നിറങ്ങാം. ഇന്ന് എങ്ങനെയെങ്കിലും നയിച്ചു കൂട്ടാം. അല്ലാതെ ഇപ്പം ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇന്നും ചെയ്യാൻ പറ്റൂല. എന്തായാലും നാളെ രാവിലെ എണീക്കാം. രാവിലെ ആയോ? ഞാൻ അറിഞ്ഞതേ ഇല്ല രാവിലെ ആയത്. എന്തായാലും ഇന്ന് എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിങ്ങാണ്ട് പരാതി കൊടുക്കാം. പരാതി കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കെന്തെങ്കിലും വീടെന്തെങ്കിലും കിട്ടാതിരിക്കില്ല. നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടുത്തെ ഏതെങ്കിലും ചേച്ചിമാരോട് ചോദിച്ചാൽ ഇപ്പം എന്താന്നില്ലാത്ത ഓവർ കോൺഫിഡൻസ് ആണ്. എവിടെയെന്നാവും പോലീസ് സ്റ്റേഷൻ കിടക്കണത്? അയ്യോ, എനിക്ക് നല്ല പേടിയാണ്. ഓക്കെ, ഈ ഒരു വീട് ഞാൻ ചിലപ്പോൾ വാടകയ്ക്ക് നിന്ന് വാങ്ങും. പക്ഷേ ഈ വീട് വാങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഈ വീട് വാങ്ങും? ഇതെന്താ എൻ്റെ ഇതിലൊരു മെസ്സേജ് വരുന്നത്? ഇതൊക്കെ എന്താണെന്ന് വെച്ചാവട്ടെ. എൻ്റെ ഫോണിൽ നിന്ന് എന്താ മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഈ ഇവിടുത്തെ താത്താനോട് ചോദിച്ചു നോക്കാം. എങ്ങനെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഒരു താത്താരുണ്ടായാൽ മതിയെന്ന് ചോദിച്ചാൽ. പിന്നെ ചോദിച്ച പിന്നെ ആ താത്താർ പറഞ്ഞു ഇവിടെ ഒരു താത്താനെ കാണുന്നുണ്ട്. എനിക്കൊന്ന് സൈക്കിളൊന്നും ഓട്ടാൻ പറ്റാത്ത ഞാൻ എന്തെങ്ങനെ വിൽക്കണ്? എന്താണെന്നാവ് ഞാൻ എപ്പോഴും വീണും കൊണ്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് വിഷമമാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട്, ഷെയർ ചെയ്യാത്തതുകൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാം. ചേച്ചിയെ ഇവിടെ പോലീസ് സ്റ്റേഷൻ അവിടെ ചേച്ചിയെ? മോനെ, ആ കാണുന്ന നീല കളർ കണ്ടോ? കയറ്റം കഴിഞ്ഞിട്ട് നീല കളർ, അതാണ് പോലീസ് സ്റ്റേഷൻ. ചേച്ചിയെ അതേന്ന് പോലീസ് സ്റ്റേഷൻ. എന്നാലും ഞാനാ ഇങ്ങോട്ട് പോവുക. നീ ആരാ മോനെ? അതൊന്നും എനിക്ക് പറയാൻ നേരമില്ല, ഞാൻ പോവുകയാണ്. ആരാന്ന്? ചിലപ്പോൾ ആരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊല്ലാനാണെങ്കിലോ ഇവിടുത്തോളം വിശേഷിക്കാൻ പറ്റില്ല. ആ കയറ്റം കഴിഞ്ഞിട്ട് എന്നാ പോലീസ് സ്റ്റേഷനിൽ എന്നാ പറയണ കേട്ടെ. ഇതാണോ? ഇതെന്ത് സ്ഥലമാണെന്ന് ഇപ്പം തന്നെ എനിക്ക് നോക്കണം. കാണാൻ എന്തോ എഴുതി കളിച്ചൊന്നും മനസ്സിലാവും. ഇതാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് തോന്നുന്നുണ്ട്. എവിടേക്ക് കയറാം. ഈ സൈക്കിളൊന്നും എനിക്ക് ബാലൻസ് കിട്ടണില്ല, എന്താണെന്നറിയില്ല. ഇവിടെ നിർത്താം. എന്തായാലും ഇനി അവിടുത്തെ സാറിനോട് പോയി ചോദിച്ചു നോക്കാം എന്താണ് എല്ലാ കാര്യങ്ങളൊക്കെ. സാറ് പറഞ്ഞു തരും. എനിക്ക് വീട് തരുമോ സാറ്? നോക്കാം. സാറേ എനിക്കൊരു വീട് തരുമോ? എന്തുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, നേരെ ഉള്ളിൽ പോയി പറയേ. ഓക്കെ സാറേ, ഞാൻ ഉള്ളിൽ പോയി പറയാം. അതൊക്കെ നല്ലത്. സാറൊന്നും പറയില്ല എന്നല്ലേ ഡിമാൻഡ് സാറ്? ഇതൊക്കെ അറിയില്ലേ പറയേണ്ടത്? സാറേ പ്ലീസ് സാറേ എനിക്കൊരു വീട് സാറേ. ഞാൻ അവിടെ അല്ലേ സാറാണ്, അവിടെ. നീ എവിടുത്തെ ആളാണ്? എന്തറിയാതെ ഞാൻ എഴുതണം ഇങ്ങോട്ടല്ലേ ഞാൻ നിനക്ക് തരുമോ? സാറേ ഞാൻ ശരിക്കും പറഞ്ഞല്ല. ഇന്നെ ആരോ മയക്കിങ്ങാണ്ട് കടൽ കൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ അന്തിക്കാണ് ഞാൻ കടലിൽ നിന്ന് നീച്ചു. അപ്പോൾ എനിക്കൊരു സൈക്കിൾ കിട്ടി. അപ്പോൾ ഞാൻ ആ സൈക്കിൾ എടുത്തിങ്ങാണ്ട് പോയി. ഇങ്ങോട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഞാൻ നിന്നു. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഇവിടെ ശരിയില്ല, പോരാടുന്ന്. വേറെ എവിടെയെങ്കിലും പോയി ഇങ്ങാട് നീ എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കോ, ഇങ്ങോട്ട് വരണ്ട. ഈ സാർമാരൊന്നും തരില്ല. ഈ സാറ് തരുന്നൊക്കെ. സാറേ എനിക്കൊരു വീട് എന്തായാലും അത്യാവശ്യമാണ് സാറേ, നിങ്ങൾ തരുമോ?
ആ സാറ് പറഞ്ഞ കേട്ടില്ല, എനിക്ക് തരുമെന്നറിയാം. ഇറങ്ങിപ്പോടല്ലേ, ഞാൻ പിടിച്ചിറക്കും. ഞാൻ പോവാ സാറേ, ഞാനിവിടെ നിൽക്കൊന്നുമില്ല, ഞാൻ വേഗം പോവുകയാണ്. ഇവരൊന്നും തരില്ല. ഇനി ഞാൻ എവിടെ പോയി ഇങ്ങോട്ട് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഇതൊന്നും തരാനില്ല. ഞാൻ ബീച്ചിക്ക് തന്നെ പോവാം. ബീച്ചിക്ക് പോയിട്ടാകാം ബാക്കി കാര്യങ്ങൾ. ബീച്ചിക്ക് എങ്ങനെ പോകും? ഇതിൽ കൂടിയാണല്ലോ നേരത്തെ ഞാൻ കണ്ടില്ല. അതാ ബീച്ച്. എന്തായാലും ഞാൻ ബീച്ചിക്ക് പോട്ടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഞാൻ ബീച്ചിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞു തരികയുള്ളൂ. അയ്യോ, ഞാനെന്താ ഇങ്ങനെ ഇറങ്ങണേ? ഇനി ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളൂ. പാർട്ട് 2 ഞാൻ മോഷണം ചെയ്യും. പൈസ കിട്ടി ഞാൻ പണിക്ക് പോകും. പണിക്ക് പോയി ഞാൻ വാടക വീട് സ്വന്തമാക്കും. ഇതാണ് ഇനി എൻ്റെ പ്ലാനിങ്. അത് ശരിക്കും നടന്നാൽ മതിയോ? അപ്പം ഇനി പാർട്ട് 2 കാണാം ഗായ്സ്. അപ്പം എല്ലാവരും പാർട്ട് 2 നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോളി. ഞാൻ പാർട്ട് 2 ആയിട്ട് വരുന്നത് ആൾക്കാരും. അപ്പം എല്ലാവർക്കും ബൈ.